നമുക്കൊരു കിഡിലൻ ബർത്ത്ഡേ കാർഡ് സെറ്റാക്കിയാലോ? ആദ്യം ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ടിയുള്ള പേപ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് സ്ട്രോങ് ആവും. അപ്പോൾ നമുക്ക് മിഡിലിൽ 3 സ്ക്വയറിൻ്റെ സെക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് സ്ക്വയറിലും ലാസ്റ്റ് സ്ക്വയറിലും എന്ത് ചെയ്യാം, ഇതേപോലെ 2 ഹോൾ വീതം ഇട്ട് കൊടുക്കുക. ശേഷം സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ശേഷം ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 3 സെക്ഷനായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അത് സൈഡിൽ വെക്കാം. ഇനി ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആരുടെയാണോ ബർത്ത്ഡേ അവരുടെ ഫോട്ടോസ് കയ്യിലുണ്ട് അതെടുക്കാം, ഇല്ലെങ്കിൽ വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അതേ സെയിം സൈസിലുള്ള ഒരു വൈറ്റ് പേപ്പറും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വരച്ച ഇമേജും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയും ഈ വൈറ്റ് പേപ്പറും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്ലാക്ക് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലാക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ പീസ് എടുത്തിട്ട് അതിൻ്റെ 2 എൻഡ് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൽ നമ്മൾ 4 ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു റബ്ബർ ബാൻഡ് ഒന്ന് കുടുക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ നമ്മുടെ ആ വൈറ്റ് പോർഷൻ്റെ താഴത്തെ സെക്ഷനിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ഓപ്പൺ ബോക്സ് വെച്ച് കൊടുക്കാം, അത് ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരു ബോക്സ്. ഇനി ഇതിലേക്ക് കുറച്ച് പേപ്പർ പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ മുകളിൽ ബ്ലാങ്കായി കിടക്കുന്ന ആ ഒരു സെക്ഷനിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പേപ്പർ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് മുന്നിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ കാർഡൊന്ന് അടച്ചു വെക്കുക. നമ്മുടെ കൈ എടുക്കാൻ പാടില്ല, ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു റിബൺ യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാം. അവരിത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്, പൊളിയല്ലേ കാണാൻ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.